ഒരിക്കലും അബൂബക്കർ റളിയല്ലാഹു ആ നാട്ടിൽ ദീനിന് വേണ്ടി നിലകൊണ്ടപ്പോ, ആളുകൾ ഇങ്ങനെ ശത്രുക്കൾ ഇടങ്ങാറാക്കിയപ്പോ, ട്രബിൾ ചെയ്തപ്പോ അബൂബക്കർ റളിയല്ലാഹു ആ നാട് വിട്ടുപോകാൻ തീരുമാനിക്കാട്ടോ. നാട് വിട്ടുപോകാൻ തീരുമാനിക്കുമ്പോ ആ സമൂഹത്തിലെ ഒരു പ്രമാണിയായ ഇബ്നു ദുഗ്ന അബൂബക്കർ റളിയല്ലാഹുവിനെ തടഞ്ഞു നിർത്താ. ഇതിന് എന്താ പറയുന്നോ? അബൂബക്കർ മിസ്ലുക ലാ യഖ്റുജു വലാ യുഖ്റജ്, താങ്കൾ പോലുള്ള നല്ല മനുഷ്യന്മാരെ ഈ നാട്ടിൽ നിന്ന് പുറത്തു പോകാനോ പുറത്താക്കപ്പെടാനോ പാടില്ല അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മളോട് ആരെങ്കിലും അങ്ങനെ പറയോ, നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ല, നിങ്ങളെ നമുക്ക് ആവശ്യമുണ്ട് എന്ന് ആർക്കും പറയോ? ഇതിന് പറയുന്ന ക്വാളിറ്റീസ് എന്താ? നേരത്തെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞ അതേ ക്വാളിറ്റീസ്. എന്താ പറയുന്നത്? ഈ സമൂഹത്തിൽ കഷ്ടപ്പെടുന്ന ആളുകളുടെ പ്രയാസങ്ങൾ, ഭാരങ്ങൾ താങ്കൾ ഏറ്റെടുക്കുന്നുണ്ട്. നിരാലംബര ആളുകൾക്ക് അവലംബമാണ് താങ്കൾ അല്ലെ? ഹെൽപ്ലെസ് ആളുകളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ പ്രകൃതി ദുരന്തങ്ങളൊക്കെ വരുമ്പോ, സമൂഹത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോ സഹായിക്കാൻ താങ്കൾ മുന്നിട്ടിറങ്ങും, അതിഥികളെ ആദരിക്കും, കുടുംബം ഒന്ന് ചേർക്കും. സ്വഹീഹ് മുസ്ലിമിൽ വന്ന ഒരു റിപ്പോർട്ടിലാണ് ആയിഷ ബി ഇത് പറയുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. ഇബ്നു ദുഗ്ന പറഞ്ഞ ഈ വാക്കുകള് നമ്മളെ കുറിച്ച് ആരെങ്കിലും പറയോ? നമുക്ക് അങ്ങനെ ഉള്ള വിശ്വാസികളായി മാറാൻ കഴിയുന്നുണ്ടോ? ഈ സമൂഹത്തിലെ ആളുകളെ അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നമുക്ക് കഴിയുന്നുണ്ടോ? വി ഹാവ് ടു തിങ്ക്. യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിക്ക് വേണ്ടത് ഈ ക്വാളിറ്റീസ് ആണ്. നമ്മുടെ നമസ്കാരം കൊണ്ടും നമ്മുടെ ആരാധനാ കർമ്മങ്ങൾ കൊണ്ടൊക്കെ നേടിയെടുക്കേണ്ട എന്താ? ഇത്തരം നല്ല മനുഷ്യന്മാരായിട്ട് നമുക്ക് മാറണം. ഇപ്പൊ എല്ലാവർക്കും നമ്മൾ ഇഷ്ടമായിരിക്കൂലേ? ഉറപ്പായിട്ടും.